എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാമ്പ് കടിയേറ്റ് കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് സ്നേക്ക് മാസ്റ്റർ വാവാ സുരേഷ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. സന്ധ്യാസമയത്ത് മുൻവാതിലോ പിൻവാതിലോ തുറന്നിടുന്ന ശീലം പലർക്കുമുണ്ട്. ഈ സമയത്താണ് പാമ്പുകൾ മിക്കപ്പോഴും അകത്ത് കയറുന്നത്. വാതിലുകൾ അശ്രദ്ധമായിട്ട് തുറന്നിടരുത്. സിങ്ക്, ബാത്റൂം, വാഷിംഗ് മെഷീൻ എന്നിവയുടെ വേസ്റ്റ് പൈപ്പുകൾ പോകുന്ന ഭാഗങ്ങളിലെ വിടവുകൾ എംസീലോ മറ്റോ ഉപയോഗിച്ച് അടയ്ക്കേണ്ടതാണ്. താമരയോ ആമ്പലോ വളർത്തുന്ന വലിയ ചെടിച്ചട്ടികൾ വീടിനോട് ചേർന്ന് തറയിൽ വയ്ക്കുന്നത് അപകടമാണ്. പാമ്പുകൾ ഈ തണുപ്പുള്ള ഭാഗത്തേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. ചെടിച്ചട്ടികൾ വിടവുള്ള സിമന്റ് കട്ടകൾക്കോ ഇഷ്ടികകൾക്കോ മുകളിൽ വയ്ക്കാതെ സ്റ്റാൻഡുകളിൽ ഉയർത്തി വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റും വെള്ളം വയ്ക്കുന്നത് തറനിരപ്പിൽ ആകരുത്, ഉയരത്തിൽ വയ്ക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ തറയിൽ പായോ ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങുന്നത് അപകടകരമാണ്. ഉറക്കത്തിൽ ചെറിയ പാമ്പുകൾ കടിച്ചാൽ പെട്ടെന്ന് വേദന അറിയില്ല എങ്കിലും മണിക്കൂറുകൾ കഴിയുമ്പോൾ ജീവന് ഭീഷണിയാകുന്നതാണ്. കട്ടിൽ ഭിത്തിയോടോ ജനലിനോടോ ചേർത്ത് ഇടരുത്. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ദൂരത്തേക്ക് വെളിച്ചം കിട്ടുന്ന ടോർച്ച് ഉപയോഗിക്കേണ്ടതാണ്. തെങ്ങിൻ തോലുകൾ, ചപ്പിലുകൾ, അതോടൊപ്പം തന്നെ ഓടിൻ കഷ്ണങ്ങൾ, ഇഷ്ടികകൾ, തെങ്ങിൻ തൊണ്ട് എന്നിവ കൂട്ടിയിടുന്നത് ഒഴിവാക്കേണ്ടതാണ്. തൊഴിലുറപ്പ് ജോലിക്കിടെ ചപ്പിലുകൾ കൈകൊണ്ട് വാരാതെ മുപ്പല്ലിയോ അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളോ ഉപയോഗിക്കേണ്ടതാണ്. പാമ്പ് കടിയേറ്റ ആളിന് ധൈര്യം നൽകുകയും ഒരിടത്ത് ഇരുത്തുകയും ചെയ്യുക. നടക്കാനോ ഓടാനോ പാടില്ല. ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതാണ്. കടിയേറ്റ ഭാഗം മുറിക്കാനോ വായു കൊണ്ട് വിഷം വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. മുറിവിന് 10 ഇഞ്ച് മുകളിലായിട്ട് തുണി ഉപയോഗിച്ച് അധികം മുറുക്കാതെ കെട്ടേണ്ടതാണ്. അതോടൊപ്പം തന്നെ 2 വിരൽ കടക്കാൻ പാകത്തിന് വിടവ് ഉണ്ടായിരിക്കേണ്ടതാണ്. കടിയേറ്റ ആളെ തോളിലേറ്റിയോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചോ കൊണ്ടുപോകണം. കുലുക്കം തട്ടുന്ന 2 വീലറുകൾ ഒഴിവാക്കുക. വെന്റിലേറ്റർ സൗകര്യമുള്ള വലിയ ആശുപത്രികളിൽ വേഗം എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.